എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹാജാസ് ക്ലാസ്സസിന്റെ മോർണിംഗ് ടീയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചായ ഒന്ന് പരിശോധിക്കാം അല്ലേ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറന്നു പോകരുത്. കന്നിപ്പത്തും തുലാം പത്തും. പലപ്പോഴും കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികൾ ഒരുപാട് സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് പോകുന്ന കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികൾക്ക് തിരിഞ്ഞു പോകുന്ന രണ്ട് ദിവസങ്ങളാണ് കന്നിപ്പത്തും തുലാം പത്തും. ചിലർക്കെങ്കിലും സീനിയർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കത്തിക്കാണും കന്നിപ്പത്ത് എന്താ, തുലാം പത്ത് എന്താണ്. ഇതിൽ ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് ഒരു വ്യക്തിയെ അങ്ങ് പഠിച്ചു വെക്കണം. ആ വ്യക്തിയെ പഠിച്ചാൽ ഒരു 10 കിട്ടും. അപ്പൊ ഇന്നത്തെ മോർണിംഗിലെ ഒരു 10 എന്താന്ന് നോക്കാം. രാജാധികാരം പ്രജാദത്തമാണെന്ന് വാദിച്ച വ്യക്തിയാണ്. രാജാധികാരം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതെല്ലാം എന്താ? രാജാധികാരം ദൈവദത്തമാണ്. റഷ്യയിലെയും ഫ്രാൻസിലെയും ചക്രവർത്തിമാരെല്ലാം രാജാധികാരം ദൈവദത്തമാണെന്ന് വിശ്വസിച്ചു പ്രവർത്തിച്ചവരാണ്. ലൂയി 16 അടക്കം. ഇവിടെ എന്താ? രാജാധികാരം പ്രജാദത്തമാണ്, പ്രജകളാൽ നൽകപ്പെട്ടതാണ് രാജാവിന്റെ അധികാരം എന്ന് പറഞ്ഞയാൾ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം ആയിരിക്കണമെന്ന് ആദ്യം നിർദ്ദേശിച്ചത് ഇദ്ദേഹമാണ്. കഴിഞ്ഞതിന്റെ അങ്ങേ തവണ ചോദിച്ചൊരു ചോദ്യം അത് കേട്ടോ. നെയ്യാറ്റിൻകരയിൽ നിന്നും ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടയാൾ കേരളത്തെ ഒന്നായി കണ്ട് കേരളത്തെ ഒന്നായി കണ്ട് തന്റെ മകൾക്ക് ഗോമതി എന്ന പേര് നൽകിയാൽ ഇപ്പൊ കിട്ടിക്കാണും. അപ്പൊ രാജാധികാരം പ്രജാദത്തമാണെന്ന് വാദിച്ച വ്യക്തിയാണ്. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം ആയിരിക്കണമെന്ന് ആദ്യം നിർദ്ദേശിച്ചയാളാണ്. നെയ്യാറ്റിൻകരയിൽ നിന്നും ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. കേരളത്തെ ഒന്നായി കണ്ട് തിരുവിതാംകൂർ ഗോശ്രീ 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 മലബാർ 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 തിരുവിതാംകൂർ തിരുവിതാംകൂർ ഗോമാതി. അപ്പൊ കേരളത്തെ ഒന്നായി കണ്ട് തന്റെ മകൾക്ക് ഗോമതി എന്ന പേര് നൽകി ഈ മനുഷ്യൻ. അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ഒരു 10 കിട്ടിക്കാണും. ദിവാൻ P രാജഗോപാലാചാരി തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത്, തിരുവിതാംകൂറിൽ ശ്രീമൂലത്തിന്റെ കാലത്ത് ദിവാനായിരുന്ന P രാജഗോപാലാചാര്യയെ വിമർശിച്ച് ഗർഹ്യമായ നടത്തം എന്ന ലേഖനം പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ആ ലേഖനങ്ങൾ പിൻവലിച്ച് മാപ്പ് പ്രസിദ്ധീകരിക്കണമെന്ന് ദിവാൻ ആവശ്യപ്പെട്ടപ്പോൾ കൂടുതൽ വിമർശിച്ചുകൊണ്ട് എഴുതി ദിവാന്റെ അപ്രീതി പിടിച്ചു വാങ്ങിയ ആ മനുഷ്യൻ രാജഗോപാലാചാര്യക്കെതിരായിട്ടുള്ള ലേഖനമായിരുന്നു ഗർഹ്യമായ നടത്തം. ഈ കക്ഷിയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഇതെന്താ ലേഖനത്തിന്റെ വിശേഷണം, ഇങ്ങനെ ആ ലേഖനത്തിൽ എന്താ വിവരിക്കുന്നുള്ള കാര്യമൊക്കെ ഞാൻ എൻ്റെ മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ തന്നിട്ടുണ്ട്. മലേഷ്യൻ മലയാളികൾ പാലക്കാട്ട് വെച്ച് സ്വദേശാഭിമാനി എന്ന ബഹുമതി നൽകി. കിട്ടി. ഇനി ഇയാൾ നീട്ടിക്കൊണ്ട് പോകണ്ടേ, ഞങ്ങൾക്ക് ആളിനെ കിട്ടിയടേ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇങ്ങനെ ഒന്നിച്ച് കിടക്കുന്നുണ്ടേ, നമ്മളത് വായിച്ചു വന്നതിനേക്കായി മുമ്പേ വായിച്ച് കണ്ടെത്തിയ മിടുക്കികളും മിടുക്കന്മാരിനകത്തുണ്ട്. ഏതില്ല അയാളാണ് എന്ന് പറഞ്ഞ് അടച്ചു വെച്ചിട്ട് പോയവരുണ്ട്. എന്നാൽ കേട്ടിട്ട് അത് വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് കേട്ടു നോക്ക് കേട്ടോ. അപ്പൊ ആരാ സ്വദേശാഭിമാനി എന്ന ബിരുദം നൽകിയത്, ബഹുമതി നൽകിയത്? മലേഷ്യൻ മലയാളികൾ. എവിടെ വെച്ചാ? പാലക്കാട്ട് വെച്ചാണ്. അദ്ദേഹത്തിന്റെ ഭവനമാണ് ഈ കിളിക്ക് കൂടില്ല. നാട് കടത്തിയില്ലേ, അപ്പോ കൂടില്ല വീട്. കേരളൻ എന്ന തൂലികാനാമം ഉപയോഗിച്ച ആളാണ്. 1910 സെപ്റ്റംബർ 26 നാട് കടത്തപ്പെട്ട ആളാണ്. അങ്ങനെ നാട് കടത്തപ്പെട്ടത് കൊണ്ട് അദ്ദേഹം എഴുതിയാണ് എന്റെ നാട് കടത്തൽ. അത് പാലക്കാട്ട് വെച്ച് എഴുതുന്നത്. അതും ചോദിച്ചിട്ടുള്ള ചോദ്യം കേട്ടോ. സ്വദേശാഭിമാനി എന്നറിയപ്പെട്ട ഈ മനുഷ്യൻ തൻ്റെ ആത്മകഥ രചിച്ചത് എവിടെ വെച്ചാണ്? പാലക്കാട്ട് വെച്ച്. ഈ മനുഷ്യന് സ്വദേശാഭിമാനി എന്ന ബഹുമതി നൽകിയത് മലേഷ്യൻ മലയാളികളാണ്. അദ്ദേഹത്തിന്റെ ഭവനമാണ് കൂടില്ല വീട്. അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് കേരളൻ. ഇനിയുള്ള വസ്തുത ഓർത്തു വെച്ചേക്കണം. അങ്ങനെ തിരുവിതാംകൂറിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് മദ്രാസ് സംസ്ഥാനത്തിലേക്ക് നാട് കടത്തി.
നാട് കടത്തപ്പെട്ടപ്പോൾ ഇദ്ദേഹം പത്രാധിപരായിരുന്ന മാസിക ആത്മപോഷിണി കുന്നംകുളം. നാട് കടത്തപ്പെട്ട ശേഷം ഇദ്ദേഹം പത്രാധിപരായിരുന്ന മാസിക ആത്മപോഷിണി. ഇത് നമ്മൾ നേരത്തെ ഇവിടെ മേളിൽ പറഞ്ഞ സാധനം തന്നെ ആവർത്തിച്ചൊന്ന് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അതുപോലെ തിരുവിതാംകൂർ രാജഭരണത്തെ വിമർശിച്ച് അദ്ദേഹം എഴുതിയ കൃതിയാണ് നരകത്തിൽ നിന്ന്. തിരുവിതാംകൂർ രാജഭരണത്തെ വിമർശിച്ച് രചിച്ച കൃതി നരകത്തിൽ നിന്ന്. മലയാള പത്രപ്രവർത്തകരുടെ ബൈബിൾ വൃത്താന്ത പത്രപ്രവർത്തനം ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ്. മലയാള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ വൃത്താന്ത പത്രപ്രവർത്തനം. ഇത് PSC ചോദിച്ചതാ, PQ ആണ്. മലയാളികൾ ആദ്യമായി ഗാന്ധിജിയെ അറിഞ്ഞത് മോഹൻദാസ് ഗാന്ധി എന്ന കൃതിയിലൂടെ എഴുതിയത് ഈ മനുഷ്യനാണ്. മലയാളികൾ ആദ്യമായി ഇങ്ങനൊരു മനുഷ്യനുണ്ട്, ഗാന്ധിജി എന്നൊരു മനുഷ്യനുണ്ട് എന്നറിയുന്നത് മലയാളത്തിൽ. അതുകൊണ്ടാണ് ഗാന്ധിജിയെ കുറിച്ച് ആദ്യമായി മലയാളത്തിൽ എഴുതിയ ഇദ്ദേഹമാണ്. ഇദ്ദേഹം എഴുതിയ നാടകമാണ് നിഴലുകൾ. ഇദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം ഭാര്യാധർമ്മമാണ്. വ്യാകരണ ഗ്രന്ഥം ബാലബോധിനിയാണ്. ഇത് നിങ്ങൾ കിട്ടിക്കാണത്തില്ല. അപ്പൊ ഇദ്ദേഹം രചിച്ച ആദ്യ നാടകം നിഴലുകളാണ്. ആദ്യ പുസ്തകം ഭാര്യാധർമ്മമാണ്. വ്യാകരണ ഗ്രന്ഥം ബാലബോധിയാണ്. ക്ഷയരോഗബാധിതനായി 1916 അദ്ദേഹം മരിക്കുന്നു. പയ്യന്നൂരിൽ, കണ്ണൂരിലാണ് മരണം. ഒരുപാട് തവണ ചോദിച്ച ഒരു മനുഷ്യനാണ് ഈ മനുഷ്യന് നിങ്ങൾ മറന്നു പോകരുത്. പല തരത്തിലും ചോദിച്ചു. സ്വദേശാഭിമാനി K. രാമകൃഷ്ണപിള്ള, സ്മാരകം പയ്യാമ്പലം. അതിനകത്ത് ഒരുപാട് തവണ ചോദിച്ച ചോദ്യ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഏത് സ്ഥലത്തു നിന്നാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ നിന്നും. മനസ്സിലായോ? അപ്പോ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് രാജഗോപാലാചാരി ഇദ്ദേഹത്തെ ഒഴിവാക്കി. ഏത് മണ്ഡലത്തിൽ ആ മണ്ഡലത്തിൽ സ്ഥിര താമസക്കാരനായിരിക്കണം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. എന്നിട്ട് അതിന് മുൻകാല പ്രാബല്യം നൽകി. അപ്പൊ രാമകൃഷ്ണപിള്ള സ്ഥിര താമസമായിരുന്നില്ല നെയ്യാറ്റിങ്കര. അത് വെച്ചുകൊണ്ട് ആ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിൽ നിന്നും അംഗത്വം MLA സ്ഥാനം ഒഴിവാക്കി രാജഗോപാലാചാരി. P. രാജഗോപാലാചാരി ശ്രീമൂലം നിന്നാണ് കാലത്ത്. അങ്ങനെയാണ് അദ്ദേഹം ഉടക്കാവുന്നത് അല്ലേ, തുടക്കം. പിന്നെ അദ്ദേഹത്തിന്റെ ഭരണപരമായ നടപടികളെല്ലാം വിമർശിച്ചുകൊണ്ട് ഗർഹ്യമായ നടത്തം എന്ന പേരിൽ ലേഖനം പ്രസിദ്ധീകരിച്ചു. അറസ്റ്റ് ചെയ്ത് നാട് കടത്തപ്പെട്ടു. പാലക്കാട്ട് സ്വദേശാഭിമാനി എന്ന ബഹുമതി ലഭിക്കുന്നു. ആത്മപോഷിണി പത്രം കുന്നംകുളത്തുനിന്ന് പ്രസിദ്ധീകരിച്ച ആത്മപോഷിണിയിൽ അദ്ദേഹം പത്രാധിപരാകുന്നു. പാലക്കാട്ട് വെച്ച് തന്നെ അദ്ദേഹം ആത്മകഥ എഴുതി തുടങ്ങുന്നു അല്ലേ. ആ അദ്ദേഹത്തെ നാട് കടത്തിയ ദിവസമാണ് ഏത്? കന്നിപ്പത്ത്. സെപ്റ്റംബർ 26 കന്നിപ്പത്ത്. ഇനി നമ്മൾ എന്താ, തുലാമ്പത്താണ് നമ്മൾ അവിടെ ഓർത്തു വെക്കേണ്ടത്. തുലാമ്പത്ത് പുന്നപ്രവല സമരം നടന്ന ദിവസമാണ്. മലയാള ദിവസം അനുസരിച്ച് ഒക്ടോബർ 24 മുതൽ 27 വരെ നടന്ന ആ സമരം 1112 തുലാം 10-നാണ് പുന്നപ്രവല സമരത്തിലെ ഏറ്റവും ശക്തമായ ഏറ്റുമുട്ടൽ നടന്ന ദിവസം. 1112 തുലാം 10-ആണ്. അപ്പോ കന്നിപ്പത്ത് എന്താ? കന്നിപ്പത്തെന്നാൽ കന്നിപ്പത്ത് സ്വദേശാഭിമാനിയെ നാട് കടത്തിയ ദിവസവും തുലാം 10 പുന്നപ്രവല സമരത്തിന്റെ രൂക്ഷമായ പോരാട്ട ദിവസവുമാണ്. തുലാം 10 പുന്നപ്രവല സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വസ്തുതകൾ ഇങ്ങനെ അങ്ങോട്ട് പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ റെഡിയാവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ചായ രസകരവും ചൂടുള്ളതുമായിരുന്നു അല്ലേ? ചൂട് തന്നെ അല്ലേ? അപ്പോ ഈ മേഖല കൂടി ഈ പറഞ്ഞ രീതിയിലൂടെ പറഞ്ഞു നോക്കുക, ശ്രമിച്ചു നോക്കുക. പോയിന്റുകൾ ഇങ്ങനെ കിട്ടിയിട്ട് ആളിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഈ ഒരു രീതി വളരെ പ്രയോജനം ചെയ്യും. ഡീറ്റെയിൽസ് കിട്ടി ആളിനെ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു ചൂടുള്ള ചായയുമായിട്ട് നമുക്ക് ഇനി മറ്റൊരു ദിവസം രാവിലെ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.